എല്ലാവർക്കും റാസിൽ മോൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇച്ചിരി കക്ക വാങ്ങിച്ചു, അതൊന്ന് പുഴുങ്ങി അതൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. കക്ക അല്ല, ഒന്ന് ഇറച്ചി ഒന്ന് പറക്കി മാറ്റാമെന്നൊക്കെ ഒന്ന് തീരുമാനമാണ്. പറക്കിക്കാൻ പോലെ ഇങ്ങോട്ട് പറക്ക് വേഗമാട്ടെ. ഇതെല്ലാം നല്ലപോലെ തോരൻ വെച്ചൊക്കെ കഴിക്കണം. വേഗം പറക്കും. കക്ക പറക്കി ഇറച്ചി പറക്കി മാറ്റിയിട്ട് കക്ക നമുക്ക് തെങ്ങിൻ്റെ ഒട്ടി വളമായിട്ട് മാറ്റിയിടാം. അത് പൊട്ടാത്തയാണ്, അതവിടെ ഇടും, പൊട്ടിയതിടും. വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ദേഹത്ത് അങ്ങ് തൂക്കരുത്. അപ്പോൾ ഓരോ ഇറച്ചി ഇങ്ങോട്ടൊന്ന് പറക്കി വിട്ട് കക്ക കറിയൊന്നും കാണുന്നു. കുഴപ്പം പറക്കും. കക്ക വളമായിട്ടിടാം. ഇറച്ചി നമുക്ക് നല്ലപോലെ കഴിക്കാം. ഫ്രഷായിട്ടുള്ള കക്ക ഇറച്ചിയാണ്. ചിലപ്പോൾ ഒന്ന് പറക്കിയിട്ടേ എടുക്കാനായിട്ട്. കക്ക ഇറച്ചി എല്ലാം വൃത്തിയാക്കി ഇനി അടപ്പിലോട്ട് വെക്കാൻ പോകുന്നു. അത് വേവിച്ചിറാക്കി കക്ക ഇറച്ചിയുടെ കൂടെ മുളക്, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് അതിന് നമുക്ക് കക്ക ഇറച്ചിയൊക്കെ വെന്ത് നമുക്ക് തേങ്ങ അരച്ചതിടാം. കണ്ട എന്തുവാ തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ചുവന്നുള്ളി, കുരുമുളക് എല്ലാം കൂടെ എന്ത് ചെയ്ത് മിക്സിയിൽ അരച്ച് നമുക്ക് കക്ക ഇറച്ചിയിലിടാം. കണ്ടാ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കക്ക ഇറച്ചി കുക്കിംഗ് വീഡിയോ. അരപ്പൊക്കെ ഒന്ന് വേവണം. എന്ത് ചെയ്യണം? അരപ്പ് വേവണം. നല്ലപോലെ പറഞ്ഞേ, വേവണം. നമുക്ക് അരപ്പൊക്കെ ഒന്ന് ഇളക്കി. എന്താ ഞാൻ ലാസ്റ്റ് കടുവൊക്കെ പൊട്ടിച്ച് ചേർക്കും. പണ്ടുള്ളവർ പറയും എപ്പോഴും ലാസ്റ്റ് വേണം കടുവൊക്കെ പൊട്ടിച്ച് എണ്ണയൊക്കെ ചേർക്കുന്നത്, അതിനൊരു ടേസ്റ്റ്. കൊള്ളാമെന്ന് പറയും. നമ്മുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ കക്ക ഇറച്ചി, പയറുതോരൻ, ചോറ്, ഇലോരൻ. പിന്നെ ഒരു മീൻ വറുത്തത് സ്പെഷ്യൽ, സാമ്പാർ. എല്ലാം ടേസ്റ്റ് നോക്കിക്കേ. നമ്മുടെ നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. കഴിച്ചു. ബീട്രൂട്ട് പച്ചടി എല്ലാം കൂടെ കഴിച്ച് ടേസ്റ്റ് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാന്നാ? ഓക്കെ പറ. ഓക്കേ.